ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഒത്തിരി നാളായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. മോന് സ്കൂളിൽ പോകണം, ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എഴുന്നേറ്റ് ചോറൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് അവന് കൊടുത്തു വിടണം. നമ്മൾ നേരത്തെ ചോദിക്കുക എന്നാ വേണ്ടിയെന്ന്. അവന് ഒരുപാട് കറികളൊന്നും ഇഷ്ടമില്ല, ഇഷ്ടപ്പെട്ട കുറച്ച് കറികളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പൊട്ടറ്റോ ഫ്രൈ വേണം, മീമി വറുത്ത വേണം, തൈര് വേണം, ചോറുമാമം വേണ്ട, ഈ കറി മാത്രം മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യണം, പിന്നെ തൈരും ഉണ്ട്. അപ്പോൾ ഇതാണ് ചിന്നുവിന് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടുന്നത്. അപ്പം ഒട്ടുമിക്ക ലഞ്ച് ബോക്സിനകത്ത് ഈ പൊട്ടറ്റോ ഫ്രൈ കാണുമായിരിക്കും. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ചുമ്മാ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യത്തെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, അവൻ്റെ ഫസ്റ്റ് ആ സ്കൂൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിനി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, പാല് കാച്ചി വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ എഴുന്നേറ്റ് മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ രാത്രിയിൽ അമ്മ വെച്ച ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ രണ്ടും വൃത്തിയാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുപൊടി ഇട്ട് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ പൊട്ടറ്റോ ചെറിയ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവിന് കേട്ടോ. കുഞ്ഞിന് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് വേണം കുരുമുളക് പൊടി എന്ത് വേണേലും ഇടാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുവാണ്. നല്ലതായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലതായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലാതെ ജസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നല്ലപോലെ ഇത് മൊരിഞ്ഞ് വരണം. ഇത് എനിക്കും അച്ചാച്ചനും കൊച്ചിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടറ്റോ ഫ്രൈ ആക്കുവാണെങ്കിൽ സുഖമായിട്ട് ചോറുണ്ണാം, വേറെ സ്പെഷ്യൽ കറിയൊന്നും വേണ്ട. ഗൈസ്, ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരാൾ വന്നിട്ട് അടുക്കളയിലോട്ട് ഓടി വന്നിട്ടുണ്ട്. ഇത് ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരോടും. ഗുഡ് മോർണിംഗ്. സുഖമാണോ എന്ന് ചോദിച്ചേ. എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നാ പല്ല് തേക്കാം എന്ന് പറഞ്ഞ എല്ലാവരോടും. പല്ല് തേച്ചാൽ എന്നാ പറ്റും? പല്ല് തേച്ചാൽ എന്നാ പറ്റും? എന്നാ പല്ല ഇപ്പം? ഇപ്പൊ വൈറ്റ് ആണോ? അല്ലല്ലോ. അവിടെ എലോ പല്ല് എന്നാകും? ഇന്ന് പടഞ്ഞേ എലോ പല്ല് എന്നാകും? ബ്ലൂ ആണോടാ കള്ളാവുന്നത്? നിന്റെ എലോ പല്ല് ബ്ലൂ ആണോടാ ആവുന്നത്? വൈറ്റ് ആകും. ഞാൻ പല്ല് തേക്കാം. മടിയെ ചിന്നുവിന്. അമ്മ രാവിലെ പല്ലൊക്കെ തേച്ച വൈറ്റ് ആയല്ലോ പല്ല് തേച്ചപ്പോ. അവിടെ എല്ലാം അമ്മ പല്ല് തേച്ചു, എല്ലായിടും പല്ല് തേച്ചു. പല്ല് തേക്കാം നമുക്ക്. യെസ് 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 നോ നോ യെസ് യെസ് യെസ്. ഇവിടെ കള്ള ടുട്ടിന്റെ പേസ്റ്റ് ബ്രഷ് എല്ലാവരും ഒന്ന് കാണിക്കാവോ? ഗൈസ്, ഇതാണ് ടുട്ടുമാൻ്റെ പേസ്റ്റ്. ഇത് കോൾഗേറ്റിൻ്റെ 2 to 5 ഇയേഴ്സിന് പറ്റുന്ന ഒരു പേസ്റ്റാണ് കേട്ടോ. ഇതാണ് ടുട്ടുമാൻ്റെ പേസ്റ്റ്. അല്ല, ടുട്ടുമാൻ്റെ അന്നു മിന്നോടാ നിൽക്കുന്നേ. അത് ഡോലും ബോലുവാ. ഡോലു ബോലു. ഗുഡ് ബോയ്. തരും അങ്ങോട്ട് ഒരക്കങ്ങോട്ട്. കണ്ടോ ടുട്ടു ഗുഡ് ബോയ്യാ. തേര്. അത് പേസ്റ്റാ, തേച്ചേ. തിന്നാതടാ. തേക്ക് പൊന്നി. കഴിഞ്ഞോ പല്ലേ? വൈറ്റ് ആയില്ല, ഒന്നുകൂടെ തേച്ച്. അണ്ട് ആരും കണ്ടില്ല, അച്ചാച്ചന്മാരൊന്നും കണ്ടില്ല എങ്ങനെയാന്ന്. ഒന്ന് തേച്ച്, ഒന്നുകൂടെ തേച്ച് കാണിച്ച്.
കണ്ട ഗുഡ് ബോയ് ടുട്ടുമോൻ. എന്നെ എടുക്കാൻ പോവാ? ചോറുമാവാണോ രാവിലെ കഴിക്കുന്നേ? വേറൊന്നും വേണ്ടേ? ടുട്ടിന് ചോറുമാവാണ് ഇഷ്ടം. ചോറുമാവത്തിന് എന്നാ കറി ഇഷ്ടം? ആ, മീമിയുണ്ട്. പിന്നെ എന്നാ? പൊട്ടറ്റോയും മീമിയും. പിന്നെ തയ്യും ഇഷ്ടമാണോ? തയ്യും ഇവിടെ സൈഡിലുണ്ട്. അങ്ങനെ ദേ രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. പുള്ളി പറഞ്ഞത് ചോറ് മതിയെന്നാണ്. വേറെ ഇഡലി ഒന്നും കൊടുത്തിട്ട് പുള്ളി കഴിച്ചില്ല. അപ്പം അങ്ങനെ ചോറാണ് കേട്ടോ കൊടുക്കുന്നത്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ അവൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു. ഇന്ന് നമുക്ക് ചോറും മീൻ വറുത്തതും പൊട്ടറ്റോ ഫ്രൈയും തൈരുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചു. സ്നാക്സായിട്ട് ബിസ്ക്കറ്റും കുറച്ച് നട്ട്സുമാണ് കൊടുത്തു വിട്ടത്. അതെല്ലാം കഴിഞ്ഞ് അവനെ ഞാൻ കുളിപ്പിച്ച് ഒരുക്കി ഞങ്ങൾ പ്ലേ സ്കൂളിൽ കൊണ്ട് വിടാൻ പോവാണ്. തിരിച്ചു വന്നിട്ട് ചപ്പാത്തി വരുത്തുവാണ്. എനിക്ക് ചപ്പാത്തിയാണ്. അപ്പോൾ എനിക്ക് ചപ്പാത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്ന് എനിക്ക് ചപ്പാത്തി മതിയെന്ന് ഞാൻ പറഞ്ഞു. അച്ചാച്ചന് പുട്ടും മതിയെന്നും പറഞ്ഞു. അപ്പം എനിക്കുള്ള ചപ്പാത്തി ഞാൻ പരത്തി ചുടാൻ വേണ്ടി ഇട്ടു. അപ്പോൾ കറി നമുക്ക് ഇന്നലെ വെച്ച ബീഫ് ഉണ്ടായിരുന്നു. അപ്പം ബീഫും ചപ്പാത്തിയാണ് ഞാൻ കഴിക്കുന്നത്. അച്ചാച്ചന് പുട്ടും ബീഫുമാണ്. ഗൈസ്, ഞാനിപ്പം ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ചൊക്കെ ഇടുമായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് അവനെ വിടുന്നിടം വരെ ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ബെഡെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഞാനൊരു സംഭവം കാണും, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പില്ലോ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. ഈ പില്ലോ മാറ്റി നോക്കിയപ്പോഴത്തേന് ഇത് കണ്ടോ, അവൻ്റെ പണിയാണ്. മോനാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് പാത്ത് വെക്കുന്നതാണ് കേട്ടോ. കളർ പെൻസിലും ക്രയോൺസും എല്ലാം ഉണ്ട്. എല്ലായിടത്തും ഈ തലമുണയുടെ അടി പാത്ത് വെച്ചേക്കോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇന്നലെ ഒന്നും ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ രാവിലെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, അമ്മ എന്തിയേ പെൻസിൽ കളറൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാം വലിച്ചു കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, എന്തിയേ? അപ്പോൾ ഞാൻ ഓർത്തിന് അപ്പം എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടോ വല്ലതും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇവിടെ വന്ന് ഈ പില്ലോ മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവൻ്റെ കളികൾ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓൾറെഡി തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം കൂടെ ഉണങ്ങാൻ വേണ്ടി ഇടുവാണ്. ഇപ്പം ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തുണിയുടെ കാര്യം ഉണങ്ങുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ രാവിലെ വെയിൽ കണ്ട ഉടനെ എല്ലാ തുണിയും വിരിച്ച് ഇടാനായിട്ടുള്ള പുറപ്പാടിലാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പയ്യെ ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജോലിയെല്ലാം ഒരുവിധമാക്കി ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയോടും ജോലി ചെയ്തപ്പോൾ അവനെ കൊണ്ടുവരാറായി. അങ്ങനെ ഞാൻ പോയി ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ പോയിട്ട് വന്നാ? കുബ്ബോയായിരുന്നോ? അല്ലേ? എന്നിട്ട് ടീച്ചർ പറഞ്ഞല്ലോ ടൂട്ടു കുബ്ബോയായിരുന്നെന്ന്. പിന്നെ മോൻ വന്ന് അവനെ വരുമ്പോൾ തന്നെ കുളിപ്പിക്കും. കുളിപ്പിയിലെല്ലാം കഴിഞ്ഞ് അവന് കഴിക്കാനും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആളുടെ ടോയ്സ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റാണ് കേട്ടോ. അതും തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ കളറടിക്കും, കളിക്കും, TV കാണും. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ പോകും. പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെയുള്ള പരിപാടികൾ. കുറേ നേരം വഴക്കുണ്ടാക്കും, ഞങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കും. അങ്ങനെ കുറേ സമയം അങ്ങനെ പോകും. ടൂട്ടു പ്ലേ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചോ? അമ്മ കൊണ്ടുവന്ന ബുക്കോ? അമ്മ കൊണ്ടുവന്ന ബുക്ക് നമ്മുടെ മുറിയിലെ അലമാരിയുടെ മുകളിൽ അമ്മ പാത്തു വെച്ചു. എന്തിനാ എല്ലാം കൂടെ? നമുക്കിപ്പോൾ ഈ ബുക്ക് ഇത് എടുക്കാതെ നമുക്കിപ്പോൾ ഇതിനകത്തെ ബുക്കുണ്ടല്ലോ. എൻ്റെ അപ്പച്ചും മേടിച്ചോണ്ട് വന്ന ബുക്ക് എന്ത് ചെയ്യേ? ഈ ബുക്കൊക്കെ കളറടിക്കാം. ഇതെല്ലാം കളറടിച്ചിട്ട് തീർന്നിട്ട് അമ്മ മേടിച്ച ബുക്ക് എടുക്കാം. അല്ലെ എല്ലാം കൂടെ ഒരുമിച്ച് പൊന്നി കീറിക്കളയും. ഓക്കെ ഓക്കെ ആണോ? ഒന്നിങ്ങോട്ട് നോക്കി. ഓക്കെ ആണോ? ഇത് സൂപ്പറാണോ? ഇതാരാ കളറടിച്ചേ? ഇതാരാ കളറടിച്ചേ ഈ പാരറ്റിനെ? ആരാടാ കളറടിച്ചേ? അറിയാവോ? ഓ ശരി.
ഇങ്ങനെയാണോ അതിന് അടിക്കണ്ടേ? ഇങ്ങനെയാണോ ടുട്ടുമോൻ കളർ അടിക്കുന്നേ? അത് ശരി. എന്നാടി കാണിക്കുന്നത്? എഴുന്നേക്കടാ, നിന്നെ ഞാനിപ്പോൾ കുളിപ്പിച്ചതല്ലേ? എഴുന്നേറ്റേ. ഫ്രിഡ്ജിനിട്ടാണ് ഈ ചവിട്ടുന്നേ. ഇവിടെ കുരുത്തം കേട്ടത് എഴുന്നേക്കാൻ. ചിൻഡു എഴുന്നേറ്റേ. ചിൻഡു എഴുന്നേക്കടാ, എഴുന്നേക്കടാ, എഴുന്നേക്കടാ. സുക്കുടു 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 ഇന്ന് പ്ലേ സ്കൂളിൽ പോയിട്ട് ഇന്ന് എന്നൊക്കെയാ പഠിപ്പിച്ചേ? ഒന്ന് പറഞ്ഞേ. നോക്കിക്കേ ഇങ്ങോട്ട്. തോലി പൊളിച്ച സവാളയത്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കി അവിടെ ഇപ്പം നിലത്തിട്ടു. ഒന്ന് പറ ചിൻഡു, ഇന്ന് അംഗൻവാടി പോയിട്ട് എന്നൊക്കെയാ പഠിപ്പിച്ചേ? എന്നാ പോ, ഞാൻ പോവാ. മിണ്ടത്തില്ലേ? ഞാൻ മിണ്ടത്തില്ല, ഞാൻ പോവാണേ. ഇഷ്ടമാണോ അംഗൻവാടി പോവാൻ? ഇഷ്ടമാണോ പോവാൻ? ഒന്ന് പറഞ്ഞേ. ഒന്ന് അച്ഛന്മാരോടും ചേച്ചിമാരോടും ഒന്ന് പറഞ്ഞ് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.